ശ്രീയേശുനാഥൻ സ്നേഹമോടുന്ന് നിന്നെ വിളിച്ചിടുന്നു. ശ്രീയേശുനാഥൻ സ്നേഹമോടുന്ന് നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസദായകൻ ഇൻവസ്വരം ശ്രവിച്ചു നീ വന്നിടുമോ. ശ്രീയേശുനാഥൻ സ്നേഹമോടുന്ന് നിന്നെ വിളിച്ചിടുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആകാശവും ഭൂമിയും അവരുടെ സകല ചരാചരങ്ങളെയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം സകല പ്രവൃത്തിയിൽ നിന്നും ദൈവം നിവർത്തനായി എന്നും 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നും ഉൽപ്പത്തി 2:1-2-3 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് സിനായി മലയിൽ വെച്ച് നൽകിയ കൽപ്പനയിൽ പറയുന്നത് 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്ത് ആകുന്നു. പുറപ്പാട് 20:6-11 വരെ. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ശബ്ബത്ത് വ്യവസ്ഥാപിതമായി. തുടർന്ന് യഹൂദന്മാരുടെ ആഴ്ചതോറുമുള്ള വിശ്രമ ദിനവും ആരാധനാ ദിവസവുമായി ശബ്ബത്ത് മാറി. സൃഷ്ടിപ്പിൻ്റെ 7-ാം ദിവസം ദൈവം നിവർത്തനായി ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നതാണ് ശബ്ബത്ത് ആചരിക്കുവാനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാർ ശബ്ബത്തിനെ ഉന്നതമായി കരുതി. ജനം ശബ്ബത്തിനെ അശുദ്ധമാക്കി ചെയ്ത പാപം പ്രവാചകന്മാർ ഏറ്റുപറഞ്ഞു. എന്നാൽ ശബ്ബത്ത് വെറുമൊരു ആചാരമായി മാറിയപ്പോൾ ക്രിസ്തു അതിനെ എതിർക്കുകയും ശബ്ബത്ത് മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മർക്കോസ് 2:27-28 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്, മനുഷ്യൻ ശബ്ബത്ത് നിമിത്തമല്ല, മനുഷ്യൻ ശബ്ദ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവ് ആകുന്നു. യഹൂദമതം ശബ്ബത്തിനെ വെറുമൊരു മതാചാരമായി കണ്ടപ്പോൾ ശബ്ബത്തിൻ്റെ യഥാർത്ഥ ദൈവ ഉദ്ദേശം കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു മനഃപൂർവ്വം ശബ്ബത്ത് ദിവസം രോഗികളെ സൗഖ്യമാക്കി. സുവിശേഷ പാഠമായി ഇന്ന് നൽകിയിരിക്കുന്ന മർക്കോസ് 3:1-6 വരെയുള്ള വാക്യങ്ങളിൽ ശബ്ബത്ത് ദിവസം പള്ളിയിൽ വെച്ച് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനോടുള്ള സ്നേഹത്തിനും കരുണയ്ക്കും മുൻസ്ഥാനം നൽകിക്കൊണ്ട് ശബ്ബത്ത് മാനവികതയേക്കാൾ വലുതല്ല എന്ന് ഈ സംഭവത്തിൽ കൂടി കർത്താവ് പഠിപ്പിക്കുന്നു. കർത്താവിനെ കുറ്റം ചുമത്തേണ്ടതിന് നോക്കിക്കൊണ്ടിരിക്കുന്ന പരീശന്മാരുടെ മുൻപിലാണ് ഈ സൗഖ്യമാക്കൽ ശുശ്രൂഷ നടക്കുന്നത്. യേശു ആ മനുഷ്യനെ ദേവാലയത്തിന് നടുവിൽ നിർത്തി. തുടർന്ന് കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മർക്കോസ് 3:4, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതാണ് വിഹിതം? രോഗസൗഖ്യം ഒരു പ്രവൃത്തിയായി കണ്ട പരീശന്മാർ ചിന്തിക്കുന്നത് സൗഖ്യം നൽകിയാൽ അത് ശബ്ബത്ത് ലംഘനമാണ്. കർത്താവിൻ്റെ ചോദ്യം അവരെ വെട്ടിലാക്കി. വരണ്ട കൈയുള്ള ഈ മനുഷ്യന് ശബ്ദ ദിവസം സൗഖ്യം നൽകുന്നത് നന്മയാണോ അത് തിന്മയാണോ? ശബ്ദത്തിൽ സൗഖ്യം നൽകുന്ന പ്രവൃത്തി തിന്മയായി കണ്ടാൽ വരണ്ട കൈയുള്ള മനുഷ്യന് സൗഖ്യം ലഭിക്കില്ല. ആ മനുഷ്യൻ്റെ കൈ സൗഖ്യമാക്കുന്ന നന്മ പ്രവൃത്തിയെ പള്ളിപ്രമാണികൾ എതിർക്കുകയാണ്. നന്മ ചെയ്യുവാൻ പാടില്ല എന്നത് അവരുടെ ചിന്ത. അവരെ വളരെ ദുഃഖത്തോടെയാണ് കർത്താവ് കാണുന്നത്. കർത്താവ് നോക്കുന്നത് കോപത്തോടെയാണ്. കർത്താവ് അവന് സൗഖ്യം നൽകി. വിശ്വാസികളായി നമ്മളുടെ കൂട്ടായ്മയും ആരാധനകളും പരസ്പര സ്നേഹത്തിൻ്റെയും കരുണയുടെയും വേദികളായി മാറണം. നിയമത്തെക്കാളുപരി നന്മ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകണം എന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരമകാഷ്ഠയായി ശബ്ബത്ത് നിൽക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദാവീദ് പറയുന്നത്, ഞങ്ങളുടെ കർത്താവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സങ്കീർത്തനം 8:1. തൻ്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വമുള്ള ദൈവം തൻ്റെ സൃഷ്ടികളായ ആകാശത്തിലെ പറവുകളെയും വയലിലെ പുല്ലിനെയും താമരയെയും കാക്കുന്നു എങ്കിൽ നമ്മയും എത്ര അധികമാക്കി അവൻ പുലർത്തും.
മനുഷ്യനെ ദൈവം തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിക്കുകയും ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അധിപതിയാക്കുകയും ചെയ്തതിൽ നിന്നും ശബ്ദം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാകുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്രമമില്ലാത്തവനാണ് വിശ്രമം ആവശ്യം. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ ഒരു നിത്യത കർത്താവ് സൃഷ്ടിക്കുന്നതായി വെളിപ്പാട് 21:1 മുതൽ 5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അന്ന് ദൈവം നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും വിറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. വെളിപ്പാട് 21:4 വാക്യങ്ങൾ. ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ പ്രത്യാശ ഇത് തന്നെയാണ്. എബ്രായർ 4:9 ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ദാനുഭവം ഉണ്ട് എന്ന് വായിക്കുന്നു. അതായത് ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി. അതുപോലെ നമുക്കും എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിശ്രമം ലഭിക്കുന്ന ഒരു ദിവസം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനായി നമുക്ക് ഒരുക്കത്തോടെ ഉത്സാഹത്തോടെ കാത്തിരിക്കാം. എബ്രായർ 4:11. കർത്താവെ, ദുഃഖവും വിറവിളിയും കഷ്ടതയും മാറി നിന്നോടുകൂടി സ്വസ്ഥതയിൽ ആയിത്തീരുന്ന ആ നല്ല നാളിനായി ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. കല്ലോലമാലകൾ ആഞ്ഞടിച്ചിടുകയിലും എൻ ജീവിതത്തോണി ഉലയുകയിലും. കല്ലോലമാലകൾ ആഞ്ഞടിച്ചിടുകയിലും എൻ ജീവിതത്തോണി ഉലയുകയിലും. ആഴിയിൽ താഴാതെ താങ്ങി നിന്നെ സ്നേഹത്തിൻ കൈകളിൽ ഉയർത്തിയിടുമേ. ആഴിയിൽ താഴാതെ താങ്ങി നിന്നെ സ്നേഹത്തിൻ കൈകളിൽ ഉയർത്തിയിടുമേ. ശ്രീയേശുനാഥൻ സ്നേഹമോടിന്ന് നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസദായകൻ ഇൻപസ്വരം ശ്രവിച്ചു നീ വന്നിടുമോ. ശ്രീയേശുനാഥൻ സ്നേഹമോടിന്ന് നിന്നെ വിളിച്ചിടുന്നു.